ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അടിപൊളി പ്രൊമോയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇന്നിപ്പം ചെയ്യണ്ട എന്നൊക്കെ ഓർത്തിരുന്നായിരുന്നു കേട്ടോ. കാരണം ജലദോഷവും പനിയൊക്കെയാണ്, അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. തൊണ്ടയ്ക്കുവേനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനെന്നാൽ ഇനിയിപ്പോൾ ചെയ്യേണ്ടെന്ന് ഓർത്തിരുന്നു. അപ്പോൾ പ്രമോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഇപ്പം ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. 8ന്റെ പണി കിട്ടുകയാണ് ജലജയ്ക്കും ജാനകിക്കും അഭിക്കും ഒക്കെ. നമ്മുടെ നവ്യേനെ എന്താ പറയുക, ആ ഒരു 5ാം മാസത്തിലെ ചടങ്ങിൽ തന്നെ പണി കൊടുക്കാൻ തീരുമാനിച്ച ജലജയ്ക്കും അഭിക്കും. അഭി അറിയുന്നില്ല കേട്ടോ, നമ്മുടെ ജലജയും ജാനകിയുമാണ് പ്രധാന ആൾക്കാരെന്ന് പറഞ്ഞാല്. ഇവര് രണ്ടുപേരും കൂടെയാണ് ജ്യൂസിൽ എന്തോ ഒരു പൊടി, ചൊറിയുന്ന എന്തോ ഒരു പൊടി കലർത്തിയിട്ട് ഇത് എല്ലാവർക്കും കൊടുത്തേക്കാം, ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും കൊടുക്കാമല്ലോ. ആദ്യം ഏതായാലും ഇത് നവ്യക്ക് തന്നെ കൊടുക്കണം. അവളുടെ കുഞ്ഞിവിടെ പിറക്കാൻ പാടില്ല എന്ന് തന്നെയാണല്ലോ ജലജ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാനകി ഇത് കൊണ്ടു കൊടുക്കുന്നു. അപ്പം ജാനകി പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യാം, ഇത് കലക്കി കൊടുക്കാന്ന് പറയാം. അപ്പൊ ഈ പൊടി എവിടെ നിന്നാ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേറെ ആരുമല്ല, നമ്മുടെ അനാമിക തന്നെ ഒപ്പിച്ചതാണ് ആ പൊടിയെ. അപ്പൊ ആ പൊടി അനാമിക ഒപ്പിച്ചു. അനാമികയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും കൂടെ ഭയങ്കരമായിട്ട് മാസ്റ്റർ പ്ലാൻ ഒക്കെ ചെയ്ത് ജലജയെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. കാരണം ജലജ ഇതിനിടയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞോളൂല്ലോ. അപ്പം ഇവര് എന്താ ചെയ്യുന്നത്, ഇവർക്ക് എങ്ങനെയെങ്കിലും ജലജയുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് രക്ഷപ്പെടണം. അപ്പം ജലജേനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാമല്ലോ. അപ്പം ജലജയാണല്ലോ ഇത് ചെയ്തതെന്ന് പറയാലോ. ഇനിയിപ്പം അബദ്ധവശാൽ വല്ല കണ്ടുപിടിച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ കണ്ടുപിടിച്ചാൽ അങ്ങനെ പറയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മായിയമ്മയും മരുമകളും കൂടെ ഈ ഒരു പൊടി ജലജയ്ക്ക് കൊണ്ടു കൊടുക്കാം. അവക്കാണെങ്കിൽ ദേഷ്യമാണല്ലോ, മരുമകളോട് ദേഷ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞാണ് കൊണ്ടു കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ നയനയും ആദർശൊക്കെ വരുന്നുണ്ട്. ഇവരുടെ ആ ഒരു സ്നേഹവും ഒക്കെ കണ്ടിട്ട് ഗോവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ കനകയ്ക്കും പിന്നെ നന്ദുവിനൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ്. വലിയ സന്തോഷമായിട്ട് തന്നെയാണ് ചടങ്ങ് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ചടങ്ങിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചടങ്ങില് വള ഇടുന്നില്ലെന്നു, മഞ്ഞളൊക്കെ കവിളില് തൂക്കുകയും അങ്ങനെ ഇവരുടേതായ കുറെ ആചാരങ്ങൾ അനുസരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ ചടങ്ങിന്റെ ഇടയിലായിട്ട്. പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ 5ാം മാസത്തിലെ ചടങ്ങ് നമ്മൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പൊ നമുക്കും അറിയില്ലല്ലോ. പിന്നെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ അവരുടേതായ രീതിയിൽ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ കാട്ടിക്കൂട്ടി ചെയ്യുന്നുണ്ട് അവര്. അങ്ങനെ ചടങ്ങൊക്കെ വളരെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ജലജയ്ക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എല്ലാ പ്രാവശ്യവും പണി പാളിയാണല്ലോ പോകുന്നത്. അപ്പൊ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ഏതായാലും ഈ പ്രാവശ്യം പണി പാളത്തില്ല. ചൊറിഞ്ഞു ഭണ്ഡാരം അടങ്ങി അവള് ചാകണം. അവള് ചത്താൽ മാത്രമേ എൻ്റെ കുഞ്ഞിന് സമാധാനം കിട്ടത്തുള്ളൂ, ഒരു കോടീശ്വരീനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, ഒരു കോടീശ്വരിയുടെ അമ്മായിയമ്മയാകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ വേണു വിളിക്കുന്നുണ്ട്. വേണു അനാമികയെ വിളിക്കുകയാണ്. അനാമികയോട് ചോദിച്ചു, മോളെ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ നന്ദുവിന്റെ അതുപോലെ തന്നെ അനിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി എന്തൊക്കെയോ കാണിക്കോ പറക്കുകയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തരിച്ചു കയറി വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ, അതൊക്കെ കാണുക എന്നല്ലാതെ വേറൊരു മാർഗമില്ലല്ലോ. പിന്നെ ഒരു 8ന്റെ പണി തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അത് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പല പ്രശ്നങ്ങൾ നടന്നോളും. ഏതായാലും അഹങ്കാരത്തിനൊരു ശമനം ഉണ്ടാകുമെന്നൊക്കെ നമ്മുടെ അനാമികയും പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അനാമികയും അറിഞ്ഞുകൊണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ വേണു പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലും പ്രശ്നമാവോ, ലാസ്റ്റ് നിനക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരരുത്, എല്ലാ കളിയും കളിച്ച് ലാസ്റ്റ് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള രീതിയിലാവരുത് എന്ന് വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം വേണു ഫോൺ കട്ട് ചെയ്ത് രേവതി ചോദിച്ചു, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്. കൂടെ മോളുടെ അമ്മായിയമ്മയും ഉണ്ട്. പിന്നെ എന്തോ അവർക്ക് തൊടാത്ത രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത്. ജലജേനെ മുൻനിർത്തി കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നിങ്ങനെ രേവതിയോട് പറഞ്ഞപ്പോൾ രേവതിയും പറഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും അവള് ചെയ്യട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ, വേറൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. വേണുവേട്ടൻ പരമാവധി ശ്രമിച്ചു നോക്കി. വേണുവേട്ടൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ, അവളെ പാട്ടിലാക്കാൻ നടക്കുന്നില്ലല്ലോ. അവളുടെ കാലോ കയ്യോ വല്ലോം തല്ലി ഓടിച്ചിടാന്ന് വെച്ചാലും അതുപോലും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളുടെ മുമ്പിൽ നിങ്ങൾ ഒരു കഴിവുകെട്ടവനായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്കും, കഴിവുകെട്ടവൻ, എൻ്റെ ജീവനാണോ വലുത് അതോ നമ്മുടെ അഭിമാനമാണോ വലുത്? എനിക്കിപ്പോ അഭിമാനമല്ല വലുത്, എൻ്റെ ജീവൻ തന്നെയാ വലുത്. അവളുണ്ടല്ലോ കുറെ കൂട്ടുകെട്ടുകളും ഉണ്ട് അവക്ക്. അവളെക്കാളും ഇരട്ടി ആരോഗ്യമുള്ളവന്മാരായിരിക്കും. ഇവക്ക് ഇത്ര ആരോഗ്യമുള്ളെങ്കിൽ അവന്മാരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ രേവതിയായിരുന്നു മേടിക്കുന്നത്? അതുകൊണ്ടാ പിന്നെ ഞാൻ ഇങ്ങനെ മറഞ്ഞിരുന്ന് കളിക്കുന്ന പോലെ അവളുടെ അടുത്ത് നേരെ നിന്ന് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. അതാണ് ഞാൻ അനാമികയോടും പറഞ്ഞെന്നൊക്കെ പറയാണ്. ഇതേ സമയം
നമ്മുടെ നയനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കനക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, ഇനി നയനയും കൂടെ ഒന്ന് ഗർഭിണിയാകണം, നയനയുടെയും കൂടെ വിശേഷം കേൾക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശനും അതാണ് ആഗ്രഹം. മുത്തശ്ശന് ഏത് നേരവും പറയാറുണ്ട്, ഇവരുടെ ഒരു കുഞ്ഞിക്കാലിനെ കണ്ടിട്ട് മരിച്ചാൽ മതി എന്നാണ് ആഗ്രഹം. ഏതായാലും അതിനുള്ള ഒരു നല്ല അവസരങ്ങളൊക്കെയാണ് വന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പം ദേവയാനിയുടെ ഈ മാറ്റം തന്നെ കനകദുർഗ കണ്ടില്ലേ. കനകേ, ഏതായാലും ദേവയാനിയുടെ ഈ മാറ്റം വന്നതുകൊണ്ട് തന്നെ ഇനി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകും. നിന്റെ മോളെ അതായത് നയന മോളെ അടുക്കളയിൽ പോലും കയറ്റാറില്ല, കാര്യങ്ങളെല്ലാം അവള് തന്നെയാ ചെയ്യുന്നത്. കാരണം പറയുന്നത് ഇനിയിപ്പം തനിക്ക് വിഷം കലക്കി തരുമോന്നൊക്കെയാ. പക്ഷേ അതൊന്നുമല്ല, എന്തൊക്കെയോ വ്യത്യാസം വന്നിട്ടുണ്ട് ദേവയാനിക്ക്. പണ്ടത്തെ ദേവയാനി എങ്ങനെയായിരുന്നു ഈ വീട്ടില്, ആ ദേവയാനീനെ ഈ കരൾ മാറ്റ ശസ്ത്രക്രിയയോടുകൂടി തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇനി നയനമോളാണ് കരൾ തന്നെന്നും മറ്റോ ആരെങ്കിലും പറഞ്ഞു കാണുമോ? അല്ല ഇനിയിപ്പം മുത്തച്ഛൻ അങ്ങനെയൊന്നും പറയില്ല, അദ്ദേഹം ഒരിക്കലും പറയില്ല എന്ന് പറയാത്തൊരു കാര്യം പറയില്ല, അതുകൊണ്ട് അതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനിടയിൽ എന്തൊക്കെയോ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് അവൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പം മരണത്തിനോട് മല്ലടിച്ച ആ ഒരു സമയമായിരിക്കും താൻ ചെയ്ത തെറ്റുകളൊക്കെ ചിലപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. ഇനിയെങ്കിലും നീതിയുടെ ന്യായത്തിന്റെയും കൂടെ നിൽക്കണമെന്ന് അവക്കൊരു തോന്നൽ തോന്നി കാണുമായിരിക്കും. പിന്നെ അറിയാലോ, ആദർശ് മോൻ എന്ന് വെച്ചാൽ അവക്ക് ജീവനാണ്. ആദർശ് മോന്റെ ആ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവള് പണ്ട് മുതലേ സ്വാർത്ഥതയായിരുന്നു. പക്ഷെ ഇനിയിപ്പം എത്രയ്ക്ക് പിടിച്ചിട്ടും കാര്യമില്ല, നയനമോളും ആദർശം അത്രയും സ്നേഹത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നയനയുടെ അടുത്ത് നിന്ന് അകറ്റിക്കൊണ്ട് ആദർശിനെ വന്നാലും നമ്മുടെ ദേവയാനി വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇവർ സംസാരിക്കുന്ന കേട്ടിട്ട് വരുന്നുണ്ട്. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മാറി നിന്ന് ഇവിടെ ഒരു സംസാരം, എന്തു പറ്റി, എന്നെക്കുറിച്ചാണോ അമ്മയെ പറയുന്നത്? എന്നെക്കുറിച്ച് പറയായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പം നിന്നെക്കുറിച്ച് തന്നെയാ ദേവയാനി പറയുന്നത്. നിന്റെ മാറ്റം അത് തന്നെ ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. നീ ഇത്രയും മാറാൻ കാരണം എന്താണെന്ന് എല്ലാവർക്കും ഒരു അതിശയമാ. എന്തു മാറ്റം? ഞാൻ എന്തു മാറിയെന്നാ പറയുന്നേ? ദേവയാനി പറയാണ്, ഞാൻ മാറിയത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോന്, പിന്നെ മുത്തശ്ശി, അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നും നല്ല രീതിയിൽ അതുപോലെ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് അങ്ങ് പോകണം. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം എന്താണ്, നയൻ ഇവിടെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് മാത്രം, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ഇതൊന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും മാറിയെന്നൊന്നും ആരും ഇവിടെ വിചാരിക്കുകയും വേണ്ട. ആ ഒരു കാര്യത്തിൽ ആരും മാറാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഇങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും കനക പറഞ്ഞു, എനിക്കും അറിയാം, അതായത് മുത്തശ്ശി നട്ടു വിളിക്കുന്ന കനക, എനിക്കും അറിയാം മുത്തശ്ശി കാര്യങ്ങളൊക്കെ. അല്ല ഇത്രയും മാറ്റം വരെ സംഭവിച്ചല്ലോ, എങ്കിൽ പിന്നെ ഇനിയും പതിയെ പതിയെ എല്ലാം മാറും. ഒരു കുഞ്ഞിക്കാലും കൂടെ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം സംഭവിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും പ്രാർത്ഥിച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം മുത്തശ്ശന്റെ രോഗം മാറിയില്ലല്ലോ എന്നുള്ളതാ. മൂർത്തി സാറിന്റെ രോഗം ഇതുവരെ മാറിയില്ലല്ലോ. അയ്യപ്പന്റെ എടുത്തു പോയത് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാ. ദേവയാനി ചേച്ചിയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട്, പക്ഷെ മുത്തശ്ശന്റെ രോഗത്തിന് മൂർത്തി സാറിന്റെ രോഗത്തിന് മാറ്റം ഇല്ലല്ലോ എന്ന് കേട്ടപ്പോഴത്തേക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ ഇതേ സമയമാണ് ജലജ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ജലജ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ആ ജ്യൂസ് കുടിക്കുകയാണ് നവ്യയും അതുപോലെ അഭിയും കൂടെയാണ് ആ ജ്യൂസ് കുടിക്കുന്നത്. ഏതായാലും ഒരു ജ്യൂസിനകത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഈ പൊടി ഇട്ടിരിക്കുന്നത്. ജ്യൂസ് മാറിപ്പോകാനാണ് ചാൻസ് കൂടുതൽ. ഏതായാലും നാളെ ഈ ഒരു ഭാഗം കൊണ്ടൊക്കെയാണ് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും നാളെ തന്നെ നമ്മുടെ അനാമികയ്ക്ക് 8ന്റെ പണി തന്നെ കിട്ടാൻ പോവുകയാണ്. അനാമികയുടെ തന്ത്രമാണ് ഇതൊക്കെ. ജലജ ചെയ്തതാണ് എന്ന് ആദ്യം ഇത് ജലജയാണ് ചെയ്തത് എന്ന് ജാനകിയും അനാമികയും ജലജയുടെ തലയിൽ കൊണ്ട് കുറ്റം വെക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ കളിച്ച കൈകൾ അത് അനാമികയുടെ ആണെന്ന് അറിയുന്നതോടുകൂടി തന്നെ അടിമുടി നമ്മുടെ നവ്യ അങ്ങ് മാറുകയാണ് കേട്ടോ. നവ്യ സത്യം പറഞ്ഞ ഭദ്രകാളിയായിട്ട് മാറുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ നന്ദു 8ന്റെ പണി വേണുവിനിട്ടും അതുപോലെ നമ്മുടെ വേണുവിന്റെ പത്നിയായ രേവതിക്കിട്ടും കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചാർത്തി വിടുന്നുണ്ട്. എല്ലാം കൊണ്ടും സുഖവഴി പെരുവഴി എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഒത്തിരി നീട്ടി പോകുന്നില്ല, കാരണം തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉള്ളത് കൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നല്ലൊരു സ്റ്റോറി ആയിട്ട് തോന്നി എനിക്ക്. നാളെ നല്ലത് ഒരു കഥയായിരിക്കാം എന്ന് തോന്നി. ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടല്ലോ, സർപ്രൈസ് അല്ല എന്താ പറയാ, ഒരു ട്വിസ്റ്റ് ഒക്കെ തോന്നി. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പ്രമോ കണ്ടപ്പോ എന്നാ പിന്നെ പറഞ്ഞേക്കാൻ ഓർത്ത് വന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ കറക്റ്റ് 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരാം. രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ 6:53 വരുന്നതായിരിക്കുമേ. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ. ഞാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് നാളെ കാണാം. ടാറ്റാ.